അഡിക്ഷൻ അവെയർനെസ് ആൻഡ് റിക്കവറി മാസ്റ്റർ ക്ലാസ് എന്ന ഈ കോഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ കലീൽ. ഈ കോഴ്സിൽ ഈ ഒരു യാത്രയിൽ നമ്മൾ ഒരുമിച്ചൊരു യാത്ര തുടങ്ങുകയാണ്. നിങ്ങളും ഞാനും നമ്മൾ പലതിനൊക്കെ അഡിക്റ്റഡ് ആയിരിക്കും. നമ്മെ തിരുത്താനും മറ്റുള്ളവർക്ക് മാതൃകയാവാനും അവരെ റെക്കമെൻഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ലഹരി വിരുദ്ധ ദിനത്തിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്. ലഹരി അല്ലെങ്കിൽ അഡിക്ഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി വരുന്നത് എന്താണ്? ചിന്തിക്കൂ, എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് ലഹരി എന്ന് പറഞ്ഞപ്പോൾ വന്നത്? മദ്യമാണോ? മയക്കുമരുന്നാണോ? MDMA ആണോ? സിഗരറ്റ് ആണോ? അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പോലും നിയന്ത്രണം നഷ്ടപ്പെട്ടൊരു വ്യക്തിയാണോ? പലരും കരുതുന്നത് ലഹരി വളരെ മോശം ആൾക്കാർക്ക് മാത്രം ഉണ്ടാവും ഒന്നാണ് എന്നാണ്. അതൊരു വെറും തെറ്റിദ്ധാരണയാണ്. ആര് വേണമെങ്കിലും ഈ ലഹരി ബാധിക്കാം. ഒരു മികച്ച വിദ്യാർത്ഥിയെ, ഒരു ഡോക്ടറെ, ഒരു എൻജിനീയറെ, ഒരു അധ്യാപകനെ, അപ്പോൾ ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല, മറിച്ച് ലഹരിയെ മനസ്സിലാക്കാനും അത് തടയാനും പഠിക്കാനുമാണ്. നമുക്ക് തുടങ്ങാല്ലേ? വാട്ട് ഈസ് അഡിക്ഷൻ? എന്താണ് ലഹരി? എന്താണ്? ഒരു വ്യക്തി അത് ദോഷകരമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ലഹരി എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം. ഒരു വ്യക്തി അത് ദോഷമാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് എന്ത്? ലഹരി. ഇപ്പോൾ ഒരു കാർ ഓടിക്കുന്നതായിട്ടൊന്ന് ചിന്തിക്കുക. സാധാരണ നിങ്ങളുടെ തലച്ചോറ് എന്താണ്? ഡ്രൈവറാണ്. എപ്പോൾ നിർത്തണമെന്ന് അത് തീരുമാനിക്കും. പക്ഷേ ലഹരി വന്നാൽ സ്റ്റിയറിംഗ് മറ്റാരോ പിടിച്ചെടുക്കുന്നത് പോലെയാണ്. ഇപ്പം നിങ്ങളടുത്തൊരു കുട്ടി ഇരിക്കുന്നുണ്ട്. ആ കുട്ടിയുടെ കയ്യിൽ നിങ്ങൾ സ്റ്റിയറിംഗ് കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? ഡ്രൈവിംഗ് അറിയാത്ത ഒരാളടുത്ത് സ്റ്റിയറിംഗ് കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? ആ ഒരവസ്ഥയാണ്. തലച്ചോറ് വീണ്ടും വീണ്ടും അതേ വസ്തുവിനെ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ലഹരി ബാധിക്കുന്നത് കേവലം ഒരു സ്ഥലത്തൊന്നല്ല. നമ്മുടെ തലച്ചോറിനെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ പഠനത്തെ, നമ്മുടെ ജോലിയെ, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ, നമ്മുടെ മാനസിക ആരോഗ്യത്തെ എല്ലാം ബാധിക്കുന്ന ഒന്നാണെന്ത്? ലഹരി. ഇന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് സബ്സ്റ്റൻസ് യൂസും സബ്സ്റ്റൻസിൻ്റെ ഉപയോഗം, പിന്നെ അബ്യൂസ്, ദുരുപയോഗം ആൻഡ് അഡിക്ഷൻ, ലഹരി. ഇവ തമ്മിലുള്ള വ്യത്യാസം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് സബ്സ്റ്റൻസ് യൂസ്, ഉപയോഗം? ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു മരുന്ന് കഴിക്കണം. ആ മരുന്ന് കഴിക്കുന്നതിൽ നമുക്കൊരു നിയന്ത്രണമുണ്ട്. ഓക്കെ. ഇപ്പോൾ ഏതൊരു ഡോക്ടർ ഒരാളോട് പണ്ട് പറഞ്ഞു, നീ ഒരു 2 പെഗ് മദ്യം ദിവസം കഴിച്ചോ, കുഴപ്പമില്ല, അത് വല്ല മദ്യപാനിയാണ്. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? ആ 2 പെഗ്ഗിൽ അത് ഒതുക്കി. അയാൾക്ക് നിയന്ത്രണം കിട്ടി. മനസ്സിലായില്ലേ? അതാണ് ഉപയോഗം എന്ന് പറയുന്നത്. അടുത്തത് ദുരുപയോഗമാണ്, മിസ്യൂസാണ്. ആവശ്യത്തിലേറെ അധികം മരുന്ന് ഉപയോഗിക്കുക. ഇപ്പോൾ ഒരു പാരസ്റ്റമോൾ ഒരാൾക്ക് നമ്മളിപ്പോൾ 650ൻ്റെത് 50 കിലോ തൂക്കമുള്ള ഒരാൾക്ക് കൊടുത്തു. അയാൾ എന്ത് ചെയ്യാണ്? പനി വിടാതെ കണ്ടപ്പോൾ 3-4 പാരസ്റ്റമോൾ എടുത്താൽ കഴിച്ചു. ആവശ്യത്തിലധികം ഉപയോഗിക്കുക. ഒരു ദിവസം ഒരാൾക്ക് ഒരു വേദന വന്ന്, അയാൾക്ക് ഇപ്പം അൾസറിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. അയാൾക്ക് വേദന സഹിക്കാൻ പറ്റാത്തപ്പം അദ്ദേഹത്തിൻ്റെ അമ്മക്ക് എടുത്തു വെച്ച ബ്രൂഫൻ്റെ ഗുളിക എടുത്ത് കഴിച്ചു. പ്രശ്നം വഷളായി. ഇതിനെയൊക്കെ മിസ്യൂസാണ്. പിന്നെ സമ്മർദ്ദം ഒഴിവാക്കാൻ ഉപയോഗിക്കുന്നു. അവിടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നു. ഓക്കെ. ലഹരി എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ഒരു നിയന്ത്രണം ഉണ്ടാവില്ല. നിയന്ത്രണം മുഴുവനും നഷ്ടപ്പെടുന്നു. നിർത്താൻ വിചാരിച്ചാലും കഴിയാത്തൊരവസ്ഥ. പിന്നെ ജീവിതം തന്നെ ഈ ലഹരിയെ ചുറ്റിപ്പറ്റി അങ്ങോട്ട് മാറും. ഇന്ന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഏതെങ്കിലും ഒരു സാഹചര്യം എടുക്കുക. എന്തെങ്കിലും ഒരു സാഹചര്യം, ഒരു സിറ്റുവേഷൻ എടുക്കുക. അതിൻ്റെ ഉപയോഗം, മിസ്യൂസ്, ദുരുപയോഗം, അഡിക്ഷൻ, ലഹരിയിലേക്ക് മാറുന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഫോണ്, അല്ലേ? ഈ ഫോണിപ്പോൾ നോക്കിയാൽ എനിക്കതിലിപ്പോൾ ChatGPTയിൽ ഈ കോഴ്സൊക്കെ നമ്മളിങ്ങനെ ഓരോന്ന് അസംബിൾ ചെയ്യുന്നത് അതുവഴിയാണ്. ഓക്കെ, അതൊരു ഉപയോഗമാണ്, അല്ലേ? പല കാര്യങ്ങൾക്കും നമുക്ക് നോക്കാം.
ബാങ്ക് കോൾ ചെയ്യാനൊക്കെ ഉപയോഗിക്കുക. അതൊരു ഉപയോഗമാണ്, അതാണ് യൂസ് എന്നാണ്. മിസ്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫോൺ എടുത്ത് ഉപയോഗിക്കുകയാണ്, അത് ദുരുപയോഗമാണ്. അവിടെ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നലെ ഞാനിപ്പോൾ ഡ്യൂട്ടീൻ്റെ ഇടയിലൂടെയാണ് പുലർച്ചെ സമയത്ത് അപ്പോൾ ഫോൺ ഇത് ഷൂട്ട് ചെയ്യുന്നത്. കാരണം എനിക്കൊരു ചലഞ്ചാണ്, ഞാൻ ഇതൊന്ന് പൂർത്തീകരിക്കണം എന്നുള്ളത്. അപ്പോൾ കിട്ടിയ സമയം കൊണ്ട് നമ്മളേതായ രീതിയിൽ തന്നെ അടിച്ച് ഷൂട്ട് ചെയ്യണം. ഇത് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് 24 മണിക്കൂറും ഫോണും തോണ്ടി നിൽക്കുക. ടോയ്ലറ്റ് അവിടുന്ന് തോണ്ടൽ, നമ്മൾ വേറെ ജോലി ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇത് തോണ്ടാതിരിക്കാൻ പറ്റില്ല, ഇതങ്ങോട്ട് മാറ്റി നിർത്താൻ പറ്റില്ല. ഇതിനെയാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് പിന്നീട് ചർച്ച ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്തത് നമുക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് നാടുകളിൽ നിലനിൽക്കുന്ന ഒരുപാട് തെറ്റിദ്ധാരണകളും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്കും ഒന്ന് പോവാം. ഒരു ഗെയിമായിട്ട് നമുക്ക് നിങ്ങൾ കളിച്ചാലോ? ഞാൻ കുറേ സ്റ്റേറ്റ്മെൻറ്റ് പറയാം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ യാഥാർത്ഥ്യം പറയണം. ആദ്യത്തേത്, ബലഹീനരായ ആൾക്കാർക്ക് മാത്രമാണ് ലഹരി അടിമപ്പെടുന്നത് എന്നുള്ളത്. എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? തീർച്ചയായിട്ടും നമുക്ക് വളരെ ശക്തരായിട്ടുള്ള ഒരുപാട് മനുഷ്യന്മാർ ലഹരിക്ക് അടിമപ്പെട്ടത് കാണാം. ആർക്കും എപ്പോഴും വേണമെങ്കിൽ ലഹരിക്ക് അടിമപ്പെടാം. അടുത്തത്, ഈ ലഹരി എപ്പം വേണമെങ്കിൽ നമുക്ക് നിർത്താം, തൽക്കാലം ഒന്ന് അടിച്ചു നോക്കാമെന്ന് വിചാരിക്കും. യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ പലർക്കും ചികിത്സയും സപ്പോർട്ടും ആവശ്യമാണ്. ഒരുപാട് മരുന്നുകളാണല്ലോ. ഇതിൽ മദ്യം കുറച്ചുകൂടി സുരക്ഷിതമാണ്. ഡോക്ടർമാരൊക്കെ പറയാറുണ്ട് ഒരു 2 പെഗ് അടിച്ചാൽ കുഴപ്പമൊന്നുമില്ല. യാഥാർത്ഥ്യം, മദ്യവും ശക്തമായിട്ടുള്ള ലഹരി വസ്തുവാണ്. തീർച്ചയായിട്ടും ഇന്ന് നിങ്ങളോട് പറയാനുള്ള ഒരു ആക്ടിവിറ്റി, നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതുപോലത്തെ ഒരുപാട് മിഥ്യാധാരണകൾ ലഹരിയെക്കുറിച്ചുണ്ടാവും. നിങ്ങൾ കേട്ട മിഥ്യാധാരണകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് എഴുതി വെക്കാം. തീർച്ചയായിട്ടും ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. എന്തുകൊണ്ടാണ് ലഹരിക്ക് അടിമപ്പെട്ട ഒരാൾക്ക് എളുപ്പത്തിൽ അത് നിർത്താൻ കഴിയാത്തത്? കാരണം എന്താണെന്നറിയോ? ഈ ലഹരി ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിൽ മാറ്റം വരുന്നുണ്ട്. വീണ്ടും വീണ്ടും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ തലച്ചോറിലെ പ്രതിഫലന സംവിധാനത്തിൽ ഡോപ്പമിൻ കൂടുതലായി പുറത്തു വരുന്നു. പിന്നീട് നമ്മുടെ സാധാരണ ജീവിതത്തിലെ സന്തോഷങ്ങൾ കുറഞ്ഞതായി തോന്നുകയും ചെറിയ കാര്യത്തു നിന്നൊക്കെ സന്തോഷം കണ്ടെത്താൻ കഴിയാതെ വരികയും ലഹരിയിലേക്കുള്ള ആഗ്രഹം ശക്തമാവുകയും ചെയ്യുക. അതിനാൽ ഇത് വെറും മനക്കരുത്തിൻ്റെ ഒരു കുറവെന്ന് പറയാൻ പറ്റില്ല, ചികിത്സിക്കാൻ പറ്റുന്ന ഒരു ദീർഘകാല രോഗാവസ്ഥയാണ്. എന്നാൽ നല്ലൊരു വാർത്തയുണ്ട്, തലച്ചോറിനെ വീണ്ടും സുഖം പ്രാപിക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. ശരിയായ ചികിത്സയും പിന്തുണയും ആരോഗ്യപരമായിട്ടുള്ള ജീവിതശൈലിയും ഉണ്ടെങ്കിൽ ഈ വീണ്ടെടുപ്പ് സാധ്യമാണ്. ഇന്നത്തെ നിങ്ങൾക്ക് എനിക്ക് തരാനുള്ള അസൈൻമെൻറ്റ് എന്താണെന്നറിയാം? എന്താണ് ലഹരിയെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള നിർവചനം? ലഹരിയെക്കുറിച്ച് നിലനിൽക്കുന്ന ഒരു 5 മിഥ്യാധാരണകളും അതിൻ്റെ വസ്തുതകളും ഒന്ന് എഴുതുക. നിങ്ങൾ ലഹരിയിൽ നിന്ന് സംരക്ഷിക്കുന്ന 3 ആരോഗ്യപരമായ ശീലങ്ങൾ എന്തൊക്കെയാണ്? ഈ പറഞ്ഞ കാര്യങ്ങളിൽ, ഈ ലെസൺസിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിലെ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തിയ ഒരു പാഠം ഏതാണ് എന്ന് എഴുതി വെക്കാം. ഓക്കെ.